ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. ഇറ്റ്സ് മീ മിഷാൽ. ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഒന്നും നോക്കണ്ട, അടിച്ചൊന്ന് പൊട്ടിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, എൻ്റെ വീടിനടുത്തുള്ള കുളമാണ്. കുളത്തിൻ്റെ പരിസരത്തുള്ള കുറച്ച് ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളും അരുവികളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോണത്. കഴിഞ്ഞ വീഡിയോയിൽ കുളം ഞാൻ കാണിച്ചിരുന്നു, കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ. പക്ഷേ ആ കുളം മുഴുവനായി കാണിച്ചു തന്നില്ല. അപ്പോൾ ഒന്ന് കുളം മുഴുവനായി കാണിക്കാൻ പോവാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് ആ ഭംഗി നിറഞ്ഞ ചെറിയൊരു അരുവി. കുളമാണ് ആ കാണുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കുളമാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ ആ കുളത്തിൻ്റെ സൈഡിലൂടെ ചെറിയൊരു കുളത്തിൽ നിന്നുള്ള വെള്ളം തന്നെ ഇങ്ങനെ ഒഴുകിയുണ്ട്. ചെറിയൊരു അരുവി പോലെ ഒഴുകുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഈ വെള്ളം നേരെ ഒഴുകിയിട്ട് അവിടെയുള്ള തോടിലാണ് ചെന്നെത്തുന്നത്. ഞാൻ കാണിച്ചു തന്നിരുന്നു, തോട് കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്നിരുന്നു. ഭയങ്കര രസമുള്ളൊരു അരുവിയാണ്. ഇതിൽ ഇറങ്ങിയിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര തണുപ്പൊക്കെയാണ് വെള്ളത്തിന്. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ കുളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒഴുക്കിയേക്കാരും ഇവിടെയൊക്കെ. അപ്പം ഇതാ ചെറിയൊരു ഹോള് കണ്ടില്ലേ, ആ ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് ഈ വെള്ളം വരുന്നത്, തൊട്ടപ്പുറത്തെ കുളത്തു നിന്ന്. നേരെ നമുക്ക് കുളം കാണിച്ചു തരാം. കുളം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് കുളം. കണ്ടു കഴിഞ്ഞാൽ കുളമൊന്നും പറയില്ല. നിറച്ച് പായൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു 2 മാസം മുമ്പ് നല്ല വൃത്തിയാക്കി സെറ്റപ്പാക്കിയിരുന്ന കുളമായിരുന്നു. പെട്ടെന്നൊന്ന് പായൽ പറഞ്ഞു. എപ്പോഴും തന്നെയാണ് അവസ്ഥ. കുളം എപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ 2 മാസത്തിന് ശേഷം വീണ്ടും ഇതേപോലെ പായൽ നിറയും. ഇതൊരു അമ്പലക്കുളമായിരുന്നു കേട്ടോ. പണ്ട് കാലത്തൊരു അമ്പലക്കുളമായിരുന്നു. പല ആചാരങ്ങളും നടന്നിരുന്നൊരു കുളമായിരുന്നു. ഇവിടുത്തെ നാട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നത്, നമുക്കതേപോലെ വിശ്വസിക്കാം. അപ്പോൾ ഇതാണ് കുളം. ആ കാണുന്നതാണ് പമ്പിങ് ഹൗസ്. ഞങ്ങൾ പമ്പ് ഹൗസ് വിളിക്കുക. ഇവിടുന്ന് കുറച്ച് കാലം മുമ്പ് ഇവിടുന്ന് വെള്ളമൊക്കെ അടിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കുറച്ച് കിണറൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ 3 കിണറുണ്ട്. അപ്പോൾ ഇതിന്ന് വെള്ളം മോട്ടർ പമ്പ് ചെയ്തിട്ട് നേരെ അവിടെയുള്ള വീട്ടുകളിലൊക്കെ വെള്ളത്തിന് ക്ഷാമമുള്ള കാലത്ത് ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എപ്പോഴൊന്നും അതില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിണറിൽ പായലും മറ്റേ പ്ലാസ്റ്റിക്കൊക്കെ നിറഞ്ഞിട്ട് ഇപ്പോൾ അതിലുള്ള മോട്ടറൊന്നുമില്ല. മോട്ടർക്കാരടിച്ചുകൊണ്ടേ ആരോ കള്ളന്മാരൊക്കെ വന്നത് ഊരിക്കൊണ്ടേ. അപ്പോൾ അതൊന്നും വർക്കാവില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കുളമെന്ന് കണ്ടിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.